റേഷനരിയും കട്ടൻ ചായയും കുട്ടി കിടക്കുകയായിരുന്നു. റേഷനരിയും കട്ടൻ ചായയും ഇങ്ങനെ നാട് മുഴുവൻ നടന്ന് അവള് ഇവരുടെ ജോലിയായിരുന്നു. കൽപ്പകവല്ലി എന്ന് പറയുന്ന തേർഡ് റേറ്റിന്റെ ജോലിയായിരുന്നു. ഇവര് ഓമയ്ക്ക, പിണ്ടി, പിന്നെ മുരിങ്ങയില, കൂമ്പ് എന്ന് വേണ്ട എല്ലാവരും ഒരു 50 വീട്ടിൽ ദിവസം കയറി എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വരിക. പിന്നെ ഇവിടെ പണ്ട് ഇനി കയറി വരുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഇടുന്ന സമയമാകുമ്പോൾ രാവിലെ വെളുപ്പാങ്കാലത്ത് ഞങ്ങൾ ചായ ഇടുന്ന സമയത്ത് ചായ കുടിക്കാനായിട്ട് വരും, ചായ നക്കാൻ വരും. പിന്നെ പോകുന്ന സമയത്ത് പിന്നെ തേയില ഉണ്ടോ, ഉപ്പുണ്ടോ, മഞ്ഞപ്പൊടി ഉണ്ടോ, മല്ലിപ്പൊടി ഉണ്ടോ, മുളക് പൊടി ഉണ്ടോ, ഇല്ലാത്ത വേണ്ടാത്ത സാധനമൊന്നും ഇല്ല, അവർക്ക് എല്ലാം വേണം. കാരണം കളറൊന്നും അല്ല, അവിടെ പിന്നെ വാങ്ങിച്ചോണ്ട് പോയ സ്ഥലത്തില്ല, അങ്ങനെ കൊണ്ടുപോവുക. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ സവാളയൊക്കെ ഓട്ടിച്ചോണ്ട് പോവുക, ഇതൊക്കെയാണ് അവിടെ ജോലി. വേറെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും റേഷനറി മാറ്റി കിടക്കുക. അരക്കൊള്ളി കുളിച്ച് കണക്കാ ജോലി. അത് ഇനിയൊക്കെ കാണാൻ നമ്മള് പോസ്റ്റ് ചെയ്തതൊന്നും അത് കൊള്ളാമല്ലോ. പോസ്റ്റ് ചെയ്തൊക്കെ കളഞ്ഞ് ശരിയാക്കി തരാം, എല്ലാം റെഡിയാക്കി തരാം. എന്താ നമ്മള് പോസ്റ്റ് ചെയ്യുന്നതൊന്നും ഇല്ലെന്ന്. പോസ്റ്റ് ചെയ്യുന്നതൊക്കെ കളയുക. പോസ്റ്റ് ചെയ്യുന്നതൊക്കെ വലിയ രോഗമാണ്, ഭയങ്കര ഡ്രാമയോ ഇങ്ങനെ ഇരിക്കുക. ഇതാണ് സഹദേവന്റെ എവിടെയാണ് ഞാൻ സഹദേവന്റെ പോസ്റ്റ് ചെയ്യുന്നൊന്നും ശ്രദ്ധിച്ചോളാം. വേറെ പോസ്റ്റ് ചെയ്തോളൂ. നമ്മള് പോസ്റ്റ് ചെയ്തൊക്കെ റേറ്റ് വരുന്നുണ്ടോ നമുക്ക് അറിയാം. എല്ലാം ഇങ്ങനെ കളയുകയാണ്. ഇവിടാണ് ഭയങ്കര പാടാ പോസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ കാണിച്ചു തരാം. ഭയങ്കര ബുദ്ധിമുട്ട് പോസ്റ്റിങ്ങിന്. വലിയ രോഗമായിട്ട് മാറിയിരിക്കുകയാണല്ലോ.
These criminals are not allowing me to upload actually on my Facebook. We'll see what is the problem actually. Let me see. Here I am. Here at my house, Hare Mandir. അതേപോലെ സുബ്രഹ്മണ്യന് ഭയങ്കര രോഗം, ഞങ്ങളെ കൊണ്ട് കഥയുണ്ടാക്കണമെന്ന്. ഞാനിവിടെ സർവേമന്ത്രിച്ചിലായിരിക്കുന്നത്, അല്ലാതെ കണ്ടതൊന്നുമല്ല. നമ്മുടെ ഫേസ്ബുക്കിൽ വഴി ഭയങ്കര പല പല രോഗങ്ങളാ. ഫേസ്ബുക്കിനകത്ത് അപ്ലോഡ് ചെയ്യിക്കുന്നില്ല. അപ്ലോഡ് ചെയ്യിക്കില്ല ഞാനിവിടെ അല്ലെന്നാണോ? ഞാനിവിടെ എന്റെ വീട്ടിലാണ്, സർവേമന്ത്രിച്ചില്ല, അല്ലാതെ കണ്ടതൊന്നുമല്ല. ദീപായ ശ്രമിക്കത് കണ്ടടം കൊണ്ട് കാര്യമൊന്നുമില്ല. ദീപായ ശ്രമിക്കരുത് കണ്ടടം നിരങ്ങാൻ നടക്കുമല്ലോ ഞാൻ. കണ്ടടം നിരങ്ങേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്. കണ്ടടമൊന്നും നിരങ്ങേണ്ട കാര്യമില്ല. കണ്ട ആനങ്ങരയാളെയൊന്നും നിരങ്ങേണ്ട കാര്യമില്ല. ഇത് എന്റെ വീടാ, ഇവിടെ ഞാനിരിക്കുന്നത്, അല്ലാതെ കണ്ടടമൊന്നും നിരങ്ങണ്ട. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നതിന്റെ വീട്ടിൽ ഞങ്ങൾ പോകുന്നില്ല. കണ്ട് കേട്ട അകലത്തോടി തെറ്റിയിട്ട് ഇവരെ ഇവിടെ ആഴ്ച വഴിയായിരുന്നില്ല. ആൾക്കാരൊക്കെ നല്ല ശരിക്കും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ, തെളിവിളിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. അതായത് ഇത്രയും തെളിവിളിയെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. നല്ല ശരിക്കും ഇവന്റെ തെളിവിളിയെ കുറിച്ച് തെളിവിളി